തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അന്വേഷിക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും. വീടുകൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് ധനസഹായം നൽകും. വെടിക്കെട്ട് അപകടം സവിശേഷ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി STRF-ൽ നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സച്ചിൻ, എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പ്രത്യേക മന്ത്രിസഭായോഗം കൂടി ആ തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും ഈ ആളുകൾ നമുക്കറിയാം ആശുപത്രിയിൽ വളരെ ആശങ്കയോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. പക്ഷേ സർക്കാർ വളരെ വേഗത്തിൽ തന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് തൃശ്ശൂർ പൂരം സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് എല്ലാവരുടെയും ആവശ്യം സമഗ്രമായ ഒരു അന്വേഷണമായിരുന്നു. അത് ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ് സർക്കാർ. തീർച്ചയായും, അതായത് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നിട്ടുള്ളത്. മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ, VN വാസവൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, R ബിന്ദു അടക്കമുള്ള മന്ത്രിമാരെല്ലാം തൃശ്ശൂരിൽ നിന്നാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും 14 ലക്ഷം രൂപ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും 4 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമാണ് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുക. കൂടാതെ തന്നെ ചികിത്സയിൽ കഴിയുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഈ ദുരന്തമുണ്ടായവരെയും ദുരന്തത്തിൽ പരിക്കേറ്റവരെയും ദുരന്തത്തിൽ മരിച്ചവരുടെ എല്ലാ കുടുംബങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിലവിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് CN രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതിനെ ചുമതല വഹിക്കുക. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു എന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിലെ വിളകൾക്ക് നാശനഷ്ടം വന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ വീടുകൾക്ക് ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടങ്ങളെല്ലാം വിലയിരുത്താൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. അതിനുശേഷം അവർക്ക് നൽകേണ്ട ധനസഹായം അടക്കം നൽകും. നിലവിൽ എന്തായാലും 50 ലക്ഷം രൂപയോളം ജില്ലാ ഭരണകൂടത്തിന് ഈ ദുരന്ത സഹായമായി നിലവിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ കടന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നിലവിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വെന്റിലേറ്ററിലും അതേപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ICUയിലും കഴിയുന്നവരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ ഓരോ 4 മണിക്കൂർ കഴിയുന്തോറും പുറത്തുവിടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ കൂടുതൽ പേർ ICUയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കൂടാതെ തന്നെ ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘത്തെ പല ജില്ലകളിൽ നിന്നായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അതായത് ദുരന്തത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ദൗത്യമെന്നാണ് നിലവിൽ മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്ര അന്വേഷണം നിലവിൽ തിരച്ചിലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണവും ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അവിടെയുള്ള മൃതദേഹ
മൃതദേഹ അവശിഷ്ടങ്ങളിൽ ചില ആളുകളുടെയൊക്കെ ശരീരഭാഗങ്ങളൊക്കെ ചിതറിയിരുന്നു. അതെല്ലാം കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന ഇന്ന് രാവിലെയോടുകൂടെ ആരംഭിച്ചിട്ടുണ്ട്. കെടാവർ നായകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപക പരിശോധനകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ സമീപത്തെ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള ശരീരഭാഗങ്ങൾ അത് DNA പരിശോധന നടത്തേണ്ടതുണ്ട്. നിലവിൽ അതിൻ്റെ സംഘം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംഘം തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്, പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം മാത്രമാണ് മൃതദേഹം ആരുടേതൊക്കെ എന്ന തിരിച്ചറിയാൻ പറ്റാത്ത ചില ശരീരഭാഗങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം DNA പരിശോധന ബലത്തിന് ശേഷം മാത്രമേ കൃത്യമായി ആരുടേതാണ് എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ശരീരഭാഗങ്ങൾ, അതായത് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അതിൻ്റെ പരിശോധനകളെല്ലാം പുരോഗമിക്കണം. അത്തരത്തിൽ പഴുതടച്ച ഒരു പരിശോധന തന്നെയാണ് ഈ ദുരന്ത ബാധിത മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ സമയത്ത്, ദുരന്തമുണ്ടായ സമയത്ത് എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത്തരം കണക്കുകളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ സർക്കാരിൻ്റെയോ അല്ലെ മന്ത്രിമാരുടെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ കൈവശമില്ല. എത്ര പേരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്ന ഒരു കണക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും അത്തരം ഒരു കണക്കുകൾ കൂടെ വ്യക്തമാവേണ്ടതുണ്ട്. നിലവിൽ ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരുന്നു, വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരുന്നു എന്നൊക്കെയാണ് അവിടെ നിന്നും എല്ലാം ലഭിച്ചിട്ടുള്ള വിവരം. അതിനാൽ തന്നെ അത്തരം എല്ലാ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സർക്കാരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി അനിശ്ചിതത്വം നിൽക്കുന്നത് നിലവിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 10 മണിയോടുകൂടെ തൃശ്ശൂർ കളക്ടറേറ്റിൽ വെച്ച് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെയും എല്ലാം സംയുക്ത യോഗം ചേരും. മന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തായാലും ദേവസ്വം ഭാരവാഹികളെ അറിയിക്കും. എന്തായാലും നേരത്തെ ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞത് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുത്താലും ആ നിലപാടിനൊപ്പം തങ്ങളും നിൽക്കും എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചടങ്ങ് മാത്രമായി പൂരം നടത്തുമോ അല്ലെങ്കിൽ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി വ്യക്തത വരേണ്ടതുള്ളത്.